ഉമ്മാനോടും ഉപ്പാനോടും നന്ദി കാണിച്ച് തുടങ്ങുന്നിടത്താണ് ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് സമാധാനത്തിൽ നടന്നു കയറാൻ. ഉമ്മാക്ക് ചിലപ്പോൾ മോശമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ടാവും, വാപ്പാക്കുണ്ടാവും, ചിലപ്പോൾ അറിയാതെ വേദനിപ്പിച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ അവർ നിങ്ങൾക്ക് ചെയ്തു തന്ന കാര്യങ്ങളില്ലേ, നിങ്ങൾക്ക് ബോധമില്ലാത്ത സമയത്ത്, നിങ്ങൾ ഡിപ്പെൻഡായി മാത്രം ജീവിച്ചിരുന്ന സമയത്ത് പകരം വെക്കാൻ ഒന്നിനും കഴിയില്ല. ആ ഒരു ചിന്ത ഒരു മനുഷ്യന് വന്നു കഴിഞ്ഞാൽ സ്വർഗം അയാൾക്ക് എളുപ്പത്തിൽ നേടാൻ കഴിയും. കാരണം വാർദ്ധക്യത്തിലിരിക്കുന്ന ഉമ്മ ബാപ്പ ഉണ്ടാവാന്ന് പറഞ്ഞ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വർഗം അയാൾക്കറിയാം. തീർച്ചയായിട്ടും. ആലോചിക്കട്ടെ, ചെറിയ പണി ചെയ്തു കൊടുക്കുന്നതിനൊക്കെ ഇങ്ങനെ കൂലി ഇങ്ങനെ കടകടകടാന്ന് പറഞ്ഞ് കിട്ടാന്ന് പറഞ്ഞു. കാരണം അത്രയും നീതിയിൽ അയാൾ ജീവിക്കുന്നുണ്ടാവും. കാരണം എനിക്ക് ഇനി ഒന്നും എന്റെ ഉമ്മാക്ക് ഉപ്പാക്ക് ചെയ്തു തരാൻ കഴിയില്ല എന്ന ബോധ്യം ഉണ്ടായിരിക്കെ ഞാൻ ഉമ്മായി ഉപ്പായി നോക്കുന്ന ഒരു ഫീലില്ലേ, ഓ സുബ്ഹാനല്ലാഹ്, അയാൾ സമാധാനത്തിലല്ലാണ്ട് ജീവിക്കില്ല. അതാലോചിക്കട്ടെ ആ ഫീല്. സ്നേഹത്തിന്റെ നിർവചനാണ് ഉമ്മ അപ്പ എന്ന് പറഞ്ഞാൽ. അവരിൽ നിന്നും പഠിക്കണം എങ്ങനെ സ്നേഹിക്കണം. എന്റെ ഉമ്മ എന്നെ സ്നേഹിച്ച പോലെ എന്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്ന ഒരു ദിവസമില്ലേ, എന്റെ ഉമ്മ എന്നെ സ്നേഹിച്ച പോലെ ഞാൻ എന്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരു ഫീലില്ലേ. എനിക്കൊന്നും വേണ്ടാന്നുമ്മ വിചാരിച്ചിട്ടല്ലേ നമ്മൾ സ്നേഹിക്കുന്നത്. എന്റെ കുട്ടിയെ നന്നായി കണ്ടാ മതി അല്ലേ, എന്റെ ഭാര്യക്ക് നല്ലതുണ്ടായാൽ മതി എന്ന് കരുതി എത്ര ഭർത്താക്കന്മാര് ഭാര്യനെ സ്നേഹിക്കുന്നുണ്ട്, എത്ര ഭാര്യമാര് ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് നല്ലത് ചെയ്തു തരുന്നതുകൊണ്ടല്ലേ പലപ്പോഴും ഞാൻ ഭാര്യയും ഭർത്താവിനെ സ്നേഹിക്കാം. ആ അമ്മയുടെ സ്നേഹം കടമെടുത്തുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പ് സമാധാനം വിട്ടുപോകില്ല. അത് അള്ളാഹ്ക്ക് കൂടിയാണെങ്കിൽ സ്വർഗവും എന്റേതാ.